മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവർ ഇന്റർനെറ്റ് കണക്ഷൻ സ്ലോ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാങ് ആകുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്? അതായത് നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കും, അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടാകും. വീണ്ടും ഫ്ലൈറ്റ് മോഡ് നമ്മൾ ഓഫ് ആക്കുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ റീകണക്ട് ആകും. അപ്പോൾ പതിവിലും കൂടുതൽ സ്പീഡ് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ? അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇന്റർനെറ്റ് കണക്ഷൻ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടാലോ? ഇതാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് അധികമാവാൻ ചാൻസ് ഉണ്ട്. ഇതെങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിലൊരു പ്രത്യേക സെറ്റിംഗ്സ് കൂടിയുണ്ട്. അതായത് നമ്മുടെ മൊബൈൽ ചോദിച്ച് ആരെങ്കിലും ശല്യപ്പെടുത്തുകയാണെങ്കിൽ അത് കുട്ടികളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ അവർക്കൊരു മുട്ടൻ പണി കൊടുക്കാനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിന്റെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ കണ്ടോ, ഡാറ്റ ഇവിടെ ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇവിടെ ഓണിലാണ്. ഇവിടെ നമുക്ക് വാട്സാപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഇവിടെ നമുക്ക് ഓൺ ചെയ്ത് കാണാൻ സാധിക്കും. ഇന്റർനെറ്റ് കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ തന്നെ കണക്ഷൻസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ആക്സസ് പോയിന്റ് നെയിംസ് കാണുന്നില്ല എങ്കിൽ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇത് കിട്ടും. ഓക്കെ, എന്നിട്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ കണക്ഷൻ രണ്ടും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സിം 1 എയർടെല്ലും സിം 2 ജിയോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് ഞാൻ എയർടെല്ലിനാണ്. അപ്പോൾ എയർടെൽ ഇൻ്റർനെറ്റ് എന്ന് എഴുതിയ ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 3 ഡോട്ട്സ് ഉണ്ടല്ലോ മുകളിൽ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് APN എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ഡിലീറ്റ് ആയി. ആ അഡ്രസ്സും കാര്യങ്ങളും പേരും ഒന്നുമില്ല. ഇനി നമുക്കിപ്പോൾ മൊബൈൽ ഡാറ്റ ഓണിൽ തന്നെയാണ്. കണ്ടോ, മൊബൈൽ ഡാറ്റ ഓണിലാണ്. പക്ഷേ ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഇനി വർക്ക് ആകുകയില്ല. കണ്ടോ, ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നോ കണക്ഷൻ എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഹോം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യു ആർ ഓഫ്ലൈൻ. ഓക്കെ, നിങ്ങൾ ഓഫ്ലൈനിലാണ് എന്നാണ് കാണിക്കുന്നത്. ഡാറ്റ ആണെങ്കിൽ ഓണിലാണ് താനും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിലെ ഇൻ്റർനെറ്റ് ഒരിക്കലും വർക്കാകില്ല. ഉടനെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ തിരിച്ചു തരും. അതാണ് ഞാനൊരു മുട്ടൻ പണി കൊടുക്കാമെന്ന് പറഞ്ഞത്. വീണ്ടും നമുക്ക് അത് ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കണക്ഷൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ആക്സസ് പോയിന്റ് നെയിംസ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഡിലീറ്റ് ആണ്. ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് കൊടുക്കുക. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് റീഫ്രഷ് ആയിട്ട് റീകണക്റ്റ് ആവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇതാ കണ്ടോ, കണക്റ്റായി. ഇപ്പോൾ കൃത്യമായിട്ട് ഇനി ഇൻ്റർനെറ്റ് വർക്കാവും. പതിവിലും കൂടുതൽ സ്പീഡ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാ കണ്ടോ, വളരെ സ്പീഡോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് 2 നേട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ഇൻ്റർനെറ്റ് സ്ലോ ആകുന്ന സമയത്ത് ഹാങ് ആകുന്ന സമയത്ത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ നേട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊബൈൽ ചോദിച്ച് ആരെങ്കിലും ശല്യപ്പെടുത്തുന്നവർക്ക് ഇതുപോലെ ഡിലീറ്റ് APN അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.